കുറച്ച് പച്ചച്ചീര കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തോരൻ വെക്കാം. തണ്ടൊക്കെ ചെറുത്, അതുകൊണ്ട് നമുക്ക് തണ്ടും എല്ലാം കൂടെ കൂട്ടി പിടിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാവേ. ഇതിന്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. വായോ, രാവിലെ കിട്ടിയതാ, പെട്ടെന്ന് വാടിപ്പോയി. എന്തായാലും ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പുഴുവൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തോണ്ട് വരാവേ. ചീരയൊക്കെ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് 1 കപ്പ് എടുത്ത് ഞാൻ വേവിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 1 മുറി തേങ്ങ, അതിന്റെ പകുതി എടുത്തുള്ളൂ, 1 മുറി മുഴുവൻ എടുത്തില്ല കേട്ടോ. അത് നിങ്ങളുടെ എത്ര തേങ്ങ വേണോ അതിനനുസരിച്ച്. കുറച്ച് കാന്താരി, 2 കുഞ്ഞു വെളുത്തുള്ളി, പിന്നെ 4 ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാവേ. തേങ്ങയൊക്കെ നമ്മളിങ്ങനെ ചായച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചു, സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തേ. കടുകൊക്കെ പൊട്ടി നമ്മളൊരു സവാള അരിഞ്ഞത് എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ചീര ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്, പാകത്തിന് ഇടാവുള്ളൂ. ഇലക്കറികൾ എപ്പോഴും ശ്രദ്ധിച്ച് ഉപ്പിടാവുള്ളൂ കേട്ടോ. സവോള ഒന്ന് വാടി വന്നപ്പം അരച്ചു കൊണ്ടുവന്ന തേങ്ങ ഇട്ട് കൊടുത്തേ. അതുപോലെ തന്നെ നമ്മുടെ ചീര ഒന്ന് മിക്സ് ചെയ്യണേ. ഒന്ന് വാടിക്കോട്ടെ കേട്ടോ. ഒരൊറ്റ ആവി കയറി കഴിഞ്ഞിട്ട് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാവേ. ഒന്ന് ഇളക്കിയിടാം. ഇനിയില്ലേ നമ്മുടെ കടലപ്പരിപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാവേ. നല്ല പോലെ ഒന്ന് ആവി കയറിക്കോട്ടെ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചീരയും കടലപ്പരിപ്പും കൂടെ തോരൻ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പും ചീരയും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും, ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലതാ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.